Hi dear students, welcome back to our new video lecturing. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് സബ്ഫൈലം വെർട്ടിബ്രേറ്റ്സിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. നമുക്കിനി ആ വെർട്ടിബ്രേറ്റ്സിന്റെ ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഗ്നാത്ത എന്ന ജോലസ് വെർട്ടിബ്രേറ്റ്സിനെ കുറിച്ചാണ്. We know subphylum vertebrate are grouped into two divisions. They are Agnatha and Gnathostomata. വെർട്ടിബ്രേറ്റ് എന്ന സബ്ഫൈലത്തിൽ ഇങ്ങനെ രണ്ട് ഡിവിഷൻസ് ആണുള്ളത്. ദേ ആർ അഗ്നാത്ത ആൻഡ് നാത്തോസ്റ്റോമേറ്റ. അതിൽ അഗ്നാത്ത, നാത്തോ മീൻസ് ജോ, എ മീൻസ് ആബ്സെന്റ്. സോ അഗ്നാത്ത മീൻസ് ജോലെസ് വെർട്ടിബ്രേറ്റ്സ്. ജോലെസ് വെർട്ടിബ്രേറ്റ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ജോലെസ് വെർട്ടിബ്രേറ്റ്സിന്റെ ക്യാരക്ടേഴ്സ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് അഗ്നാത്ത. These agnathans are a group of jawless vertebrates. These are a group of jawless vertebrates. And this agnathans includes two classes. First one, class Ostracodermi. Another one is class Cyclostomata. Class Ostracodermi and class Cyclostomata. ഇങ്ങനെ two classes ഉണ്ട് ഇതിൽ. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ക്ലാസ് സൈക്ലോസ്റ്റോമേറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ്. ബിക്കോസ് ഈ ഓസ്ട്രാക്കോഡെർമിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നവരെല്ലാം എക്സ്റ്റിങ്ക്ട് ആനിമൽസ് ആണ്. ഒരു കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്ട് ആയി, ലിവിംഗ് ഫോംസ് അല്ല. ലിവിംഗ് ആയിട്ടുള്ള ജോലസ് വെർട്ടിബ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ക്ലാസ് ആണ് സൈക്ലോസ്റ്റോമേറ്റ എന്ന് പറയുക. സോ ഫസ്റ്റ് ഓൺ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ക്ലാസ് സൈക്ലോസ്റ്റോമേറ്റ. ക്ലാസ് സൈക്ലോസ്റ്റോമേറ്റ. Cyclostomata എന്നുള്ള വേർഡ് മീനിങ്, സൈക്ലോ മീൻസ് റൗണ്ട് ഓർ സർക്കുലർ, സ്റ്റോമ മീൻസ് മൗത്ത്. So cyclo means round, stoma means mouth. So these are a group of circular or round mouthed animals. Then here these cyclostomes, they are marine, first vertebrates. So cyclostomates എന്ന് പറയുന്നതാണ് ഫസ്റ്റ് vertebrates. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു വെർട്ടിബ്രൽ കോളം ഉള്ളവരാണ്. സോ ദേ ഹാവ് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം ഉള്ളവരാണ്. ബട്ട് നമുക്കറിയാം എല്ലാ വെർട്ടിബ്രേറ്റ്സിലും എംബ്രിയോണിക് സ്റ്റേജിൽ നോട്ടോകോഡാണ് ഉണ്ടാകുന്നത്. ഈ നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്താണ് എന്തുണ്ടാകുക? വെർട്ടിബ്രൽ കോളം ഉണ്ടാകുക ഇൻ വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ് പ്രത്യേകതാണ്. നോട്ടോകോഡ് എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടാകും. ആ എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്ത് വെർട്ടിബ്രൽ കോളമായി മാറും. ബട്ട് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഫസ്റ്റ് നോട്ടോകോഡ് ഉണ്ടാവും. നോട്ടോകോഡ് റീപ്ലേസ് ചെയ്ത് വെർട്ടിബ്രൽ കോളം ഉണ്ടാകുന്നതുകൊണ്ട് വെർട്ടിബ്രേറ്റ് ആണ്. നോട്ടോകോഡ് മാറി അവിടെ വെർട്ടിബ്രൽ കോളം ഉണ്ടാകുന്നത് വെർട്ടിബ്രേറ്റ് ആണ്. വെർട്ടിബ്രൽ കോളം ഉണ്ടാകുന്നതുകൊണ്ട് ദീസ് ആർ വെർട്ടിബ്രേറ്റ്സ്. ബട്ട് ഫസ്റ്റ് ഉണ്ടായ നോട്ടോകോഡിന്റെ റിമൈനിങ് ഇവിടെ കാണപ്പെടും. അതായത് ഈവൻ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് the notochord persists within the vertebral column. Vertebral column ഉണ്ടായതിനു ശേഷം ഈ നോട്ടോകോഡിന്റെ റിമൈനിങ് വെർട്ടിബ്രൽ കോളത്തിനുള്ളിൽ കാണപ്പെടും. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഹിയർ നോട്ടോകോഡ് persists within the vertebral column. Notochord persists within the vertebral column throughout the life. Entire ലൈഫിലും നോട്ടോകോഡിന്റെ റിമൈനിങ് വെർട്ടിബ്രൽ കോളത്തിനുള്ളിൽ കാണുന്നു. എൻഡോസ്കെലിട്ടൺ, അവരുടെ ബോഡിക്കുള്ളിലെ സ്കെലിട്ടൺ എടുത്തു കഴിഞ്ഞാൽ എൻഡോസ്കെലിട്ടൺ ഈസ് കാർട്ടിലേജിനസ്. കാർട്ടിലേജിനസ് എൻഡോസ്കെലിട്ടൺ ആണ്. അവരുടെ ബ്രെയിൻ ആണെങ്കിലും ഇവരുടെ സ്കൾ ആണെങ്കിലും വെർട്ടിബ്രൽ കോളം എല്ലാം എന്താണ്? ഫോംഡ് ഓഫ് കാർട്ടിലേജ്. കാർട്ടിലേജിനസ് ആയിട്ടുള്ള സ്കെലിട്ടൺ ആണ് കാണപ്പെടുക. സോ ദർ എൻഡോസ്കെലിട്ടൺ ഈസ് കാർട്ടിലേജിനസ്. See here, the notochord is replaced by cartilaginous vertebral column. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന cartilaginous vertebral column cartilaginous സ്കള്ളുമാണ് കാണുക. So the endoskeleton is cartilaginous. ഇനി നമുക്ക് ബോഡിയുടെ ഒരു പ്രത്യേകത നോക്കാം. See, ഇപ്പൊ ഇതാണ് സൈക്ലോസ്റ്റോമേറ്റിൽ വരുന്ന ആനിമലിന്റെ ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. See, round mouthed animals, അതാ സൈക്ലോസ്റ്റോമേറ്റ. So round mouthed animals ആണ് അതാ സൈക്ലോസ്റ്റോമേറ്റ, സർക്കുലർ മൗത്ത് ഉള്ളവരാണ്. Jaws are absent. Mouth നെ ഗാർഡ് ചെയ്ത് അപ്പർ ജോയും ലോവർ ജോയും ഇല്ല. Jaws are absent here.
So round mouthed animals, jaws are absent. Then നമുക്കറിയാം നമുക്ക് അപ്പർ ജോയിലും ലോവർ ജോയിലും നമുക്ക് ടീത്ത് കാണപ്പെടുക. ബട്ട് ഇവിടെ ടീത്ത് ഇവിടെ ജോസ് ഇല്ല, അപ്പർ ജോയും ഇല്ല, ലോവർ ജോയും ഇല്ല, ജോലെസ് ആണ്. ബട്ട് ദേ ഹാവ് ടീത്ത് ഓൺ ദെയർ ടങ്. ടൂത്ത് ആയിട്ടുള്ള ടങ് ആണ്, ടങ്ങിലാണ് ടൂത്ത് കാണപ്പെടുക. സോ ദേ ഹാവ് ടീത്ത് ഓൺ ദെയർ ടങ്. ടൂത്ത്ഡ് ടങ് ഉള്ളവരാണ്. Then see in this diagram, ഇതൊരു ഫിഷ് ലൈക്ക് അപ്പിയറൻസ് ആ. ഫിഷിനെ പോലെ ഇങ്ങനെ ഫിൻസ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഫിഷസിന്റെ ലോക്കോമോട്ടർ ഓർഗൻ അല്ലേ ഫിൻസ്. ഇവിടെ ഫിൻസ് ഒക്കെ കാണപ്പെടുന്നുണ്ട്. സോ ദേ ഹാവ് elongated fish like body. Elongated fish like body ആണ്. They have elongated fish like body, but their body devoid of. കുറെ സ്ട്രക്ചർ ഒക്കെ ആബ്സെന്റ് ആണ്, but their body devoid of scales. Scales absent ആണ് ബോഡി. ഫിഷ് ലൈക്ക് ബോഡി ആണെങ്കിലും ഫിഷസിനെ പോലെ സ്കെയിൽസ് ഇല്ല. ഫിഷസിൽ സ്കെയിൽസ് ഉണ്ട്, ഇവിടെ സ്കെയിൽ ഇല്ല. They have fish like body, but their body devoid of scales and paired fins. Scales മാത്രമല്ല paired fins absent ആണ്. But paired fins are present in fishes. Fish like body ആണെങ്കിലും ഫിഷസിനുള്ളതുപോലെ paired fins ഇല്ല, സ്കെയിൽസും ഇല്ല. ഫിഷസിന്റെ ബോഡി സ്കെയിൽസ് ഉണ്ട്. ആ സ്കെയിൽസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഇവിടെ ഇല്ല. ഇവരുടെ ബോഡി സ്കെയിൽസ് ആബ്സെന്റ് ആണ്. ഞാൻ പറഞ്ഞു പെയർഡ് ഫിൻസും ആബ്സെന്റ് ആണെന്ന് പറഞ്ഞു. ബട്ട് ഫിഷസിനെ പോലെ ഫിന്നുകൾ ഉണ്ട് ഇവിടെ. നോക്കാം, ഫിഷസിന്റെ ബോഡിയിൽ ഉള്ളതുപോലെ ഹിയർ ഡോർസൽ ഫിൻസ് ആർ പ്രസന്റ്. ബോഡിയുടെ ഡോർസൽ സൈഡിൽ ഡോർസൽ ഫിൻ ഉണ്ട്. ടെയിലിൽ ഫിന്ന് കാണുന്നു. ഫിഷസിനെ പോലെ ടെയിലിൽ കൗഡൽ ഫിൻ ഉണ്ട്. കോഡൽ ഫിൻ, ടെയിൽ ഫിൻ. ബട്ട് ഇതൊരു ഫിഷ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഫിഷ് ആയിരുന്നെങ്കിൽ ഫിഷസിന് ഡോർസൽ ഫിൻ പ്രസന്റ് ആണ്. ദിസ് ഈസ് കോഡൽ ഫിൻ. ഡോർസൽ ഫിന്നും കോഡൽ ഫിൻ ഉണ്ട്. ഫിഷസിൽ ഏനൽ ഫിൻ പ്രസന്റ് ആണ്. അതിനെ കൂടാതെ ഫിഷസിൽ പെയർഡ് ഫിൻസ് ഉണ്ട്. ഫിഷസിൽ കാണുന്ന പെയർഡ് ഫിൻസ് ആണ് ഇവിടെ കാണുന്ന പെക്ടോറൽ ഫിൻസും ഇവിടുന്ന് ഒരു പെൽവിക് ഫിൻസും പെയറായിട്ട് കാണപ്പെടും. പെക്ടോറൽ ആൻഡ് പെൽവിക് ഫിൻസ്. ഇത് പെക്ടോറൽ ഫിന്നും ഇത് പെൽവിക് ഫിന്നും. പെക്ടോറൽ ആൻഡ് പെൽവിക് ഫിൻസ് അത് ഫിഷസിൽ കാണുന്നു. ഫിഷസിൽ കാണപ്പെടുന്ന ഈ പെക്ടോറൽ ഫിൻസും പെൽവിക് ഫിൻസും ഈ സൈക്ലോസ്റ്റോംസിൽ ആബ്സെന്റ് ആണ്. So they have fish-like body, but their body devoid of scales and paired fins. ഇനി അവർ റെസ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. They have 6 to 15 pairs of gill slits for respiration. അപ്പോൾ റെസ്പിറേഷൻ എടുത്തു കഴിഞ്ഞാൽ they have 6 to 15 pairs of gill slits for respiration. So 6 to 15 pairs of gill slits are present for respiration. So their respiration is branchial respiration. Their excretion by mesonephric kidneys. Excretion by mesonephric kidneys. Mesonephric kidneys for excretion. Circulation. We know all vertebrates have closer circulation. എല്ലാ vertebrates-ലും ഇവരും vertebrates ഇവർക്കും closer circulation ആണ്. And their circulatory system consists of two-chambered heart. Two-chambered heart seen in their circulatory system. Two-chambered heart ഉണ്ട്. Chambers are one atrium and one ventricle. Chambers are one atrium and one ventricle. Thus two-chambered heart seen in their circulatory system. Two-chambered heart present ആണ് circulatory system. Then 8 to 10 pairs of cranial nerves are present in their nervous system. Nervous systemത്തിൽ cranial nerves ഉണ്ട്. നമ്മൾ പഠിച്ചാണ് the nerves arising from the brain are cranial nerves. അതിൽ 8 to 10 pairs of cranial nerves ആണ് cyclostomes കാണുക. So 8-10 pairs of cranial nerves. Lateral line sense organ present. ഇങ്ങനെ ഒരു median lateral line പാസ് ചെയ്യുന്നുണ്ട് ബോഡിയിലൂടെ. Lateral line sense organ for balancing. ബോഡി ബാലൻസിങ്ങിന് വേണ്ടി ഒരു lateral line sense organ present ആണ്. Either dioecious or monoecious. സെപ്പറേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഹെർമാഫ്രോഡൈറ്റ് ആയിട്ടുള്ള അനിമൽസും സൈക്ലോസ്റ്റോംസിലുണ്ട്. ഹെർമാഫ്രോഡൈറ്റും ഉണ്ട്. റിപ്രൊഡക്ഷൻ സെക്ഷൽ.
ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ആയും ഇൻഡയറക്റ്റ് ആയും ഡെവലപ്പ് ചെയ്യുന്നു.